ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോണിക് കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പറയുന്നത് മാത്സിലെ ടോപ്പിക്സിലെ ഡിഫറൻസിയേഷൻ ആയിരുന്നു അല്ലേ. ഡിഫറൻസിയേഷനിൽ ഇനി പഠിക്കാനുള്ളത് ഫംഗ്ഷനുകളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടാൻജൻറ്റ്, നോർമൽ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഫംഗ്ഷൻ റൂളുകൾ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ റൂളുകൾ. ഓക്കെ, ഫംഗ്ഷൻ റൂളുകളിൽ നമ്മൾ ആദ്യത്തെ ഹെഡിങ്ങാണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. ഓക്കെ, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ, അതായത് നമുക്ക് ഓൾറെഡി ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ കോസ് എക്സ്, സൈൻ എക്സ്, ഇ റേസ് ടു എക്സ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ, അതിൻ്റെ ഫംഗ്ഷൻ എടുക്കലാണ് പരിപാടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അസ്യൂം ചെയ്യേണ്ടി വരും. അതായത് ഈ ഫംഗ്ഷനെ എന്തെങ്കിലും ഒരു വാല്യൂവിൽ അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു, ഓക്കെ, ദെൻ വേർ യു ഈക്വൽ ടു ഫൈ ഓഫ് എക്സ്. അപ്പോൾ യു എന്ന് പറയുന്ന സാധനം ഒറിജിനലി ആരാണ്? ഫൈ ഓഫ് എക്സ് ആണ്. ആ ഫൈ ഓഫ് എക്സിൻ്റെ എന്ന ഫംഗ്ഷൻ്റെ ഇതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് എഴുതുമ്പോൾ എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. കാരണം നമ്മൾ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, ഡി യു ബൈ ഡി എക്സ്. ക്ലിയർ? അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്സ്. ഓക്കെ, ഇനി ഇതിന് വേറെ മൂന്നാമതൊരു ടേമും ഉണ്ട്, വി ഈക്വൽ ടു സം സൈ ഓഫ് എക്സ് എന്നും കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എന്ത് വരും? അതായത് ഇത് വരിക ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ക്ലിയർ? മൂന്നെണ്ണം കൺസിഡർ ചെയ്യണം. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ വരുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു വൈ എടുക്കുവാണ്. വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഹോൾ റേസ് ടു 5. ക്ലിയർ? അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇതിൽ ഒരു ടേം ഉണ്ട്. അതായത് ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ ഒരു വൈ എന്നുള്ള ഫംഗ്ഷൻ, അതായത് എ എന്നുള്ള ഫംഗ്ഷൻ, ഇത് എ റേസ് ടു 5 ആണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി എ റേസ് ടു 5 എന്നുള്ള സാധനം എഴുതണം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിപ്പോയി. ആ ഫംഗ്ഷനാണ് ഇത്. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യണം യു എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ത് വരും? യു റേസ് ടു 5 അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാണേണ്ടി വരും? നമ്മൾ ആദ്യം, അപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് ആൻസർ എന്താ വരിക? ഡി വൈ ബൈ ഡി യു, ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഇതാണ് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് ഡി വൈ ബൈ ഡി യുവും കാണണം, ഡി യു ബൈ ഡി എക്സും കാണണം. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡി വൈ ബൈ ഡി യു ആണ് കാണേണ്ടത്. അപ്പോൾ ഡി വൈ ബൈ ഡി യു എന്ന് പറഞ്ഞാൽ ഡി ബൈ, നമ്മൾ യു എന്താണ്? യു വിൽ ബി ദിസ് വൺ, ശരിയല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഡി യു ബൈ ഡി എക്സ് ആണ്, അതാണ് നല്ലത്. ഓക്കെ, ഡി യു ബൈ ഡി എക്സ്. അപ്പോൾ ആദ്യം ഡി യു ബൈ ഡി എക്സ് ആണുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് യു. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് യു എന്ന് പറയുന്ന സാധനം എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ഓരോരോ ഫംഗ്ഷനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തെടുത്ത് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2x പ്ലസ് 3, ശരിയല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x പ്ലസ് 3 ആണ് അല്ലേ. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് എന്താ? ഡി ബൈ ഡി യു ഓഫ് വൈ കാണണം അല്ലേ. ഡി ബൈ ഡി യു ഓഫ് വൈ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വൈ എത്രയാണ്? യു റേസ് ടു 5 ആണ്. അപ്പോൾ നമ്മളെങ്ങനെ കാണും? ഡി ബൈ ഡി യു ഓഫ് യു റേസ് ടു 5. അത് എത്ര കിട്ടും? 5 യു റേസ് ടു 4. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത റൂൾ ഏതാ? ഡി ബൈ ഡി എക്സ് ഓഫ് നമ്മുടെ എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇത് രണ്ടെണ്ണം കിട്ടി അല്ലേ. ഇനി നമ്മളിത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഡി വൈ ബൈ ഡി യു എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 5 യു റേസ് ടു 4 ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാലോ 2x പ്ലസ് 3 അല്ലേ. അപ്പോൾ ഇത് എക്സിലാണ് നമുക്ക് ആൻസർ കാണേണ്ടതെന്നുള്ളതുകൊണ്ട് യുവിനെ മാറ്റി എക്സിൻ്റെ ടേംസിലേക്ക് മാറ്റുക. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഹോൾ റേസ് ടു 4 ഇൻറ്റു 2x പ്ലസ് 3. ക്ലിയർ? ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ എന്ത് ഇക്വേഷൻ കിട്ടിയാലും നമ്മളിങ്ങനെ രണ്ട് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക. ഓക്കെ, ആ ഒരു പോയിൻ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോട്ട് ചെയ്യേണ്ടത്. ക്ലിയർ? ദെൻ സിമിലർലി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇഫ് y ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1.
ഓക്കെ, അപ്പോൾ ഇവിടെ ഏതായിരിക്കും യു ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇവിടെ യു ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലെടുത്ത് ഫംഗ്ഷൻ എടുക്കാം. 2 ഫംഗ്ഷനുകൾ കൺസിഡർ ചെയ്യാം. ഇതൊരു ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യാം, അതുപോലെ സീക്ക് സ്ക്വയർ ഈ ഒരു ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ നമ്മളെടുക്കുന്ന ഫംഗ്ഷൻ യു ഈസ് ഈക്വൽ ടു സീക്ക് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നൊരു ഫംഗ്ഷൻ എടുക്കുന്നു. ക്ലിയർ? അപ്പം നമ്മുടെ y എന്ത് വരും? ഇറ്റ് വിൽ ബി യു സ്ക്വയർ. കാരണം സീക്ക് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എടുത്തു, അപ്പോൾ അതിൻ്റെ അന്ന് യുൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ നമ്മൾ ഇത് പ്രകാരം നമ്മൾ dy ബൈ ഡി യു എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 2u. ശരിയല്ലേ? ഇനി നമുക്കിത് ഓരോ ഫംഗ്ഷനും ഉള്ളിൽ എടുക്കണം. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ത് റെപ്രസെൻറ്റ്, ഇതിനൊരു വി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ലെറ്റ് വി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2x. ക്ലിയർ? അതുപോലെ നമ്മൾ ഈ യുവിനെ നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? ഈ യുവിനെ നമ്മൾ സീക്ക് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ എന്നാണ് എടുത്തിരിക്കുന്നത് അല്ല യുവിനെ നമ്മൾ സീക്ക് ഓഫ് എക്സ് പ്ലസ് 1 എന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ സീക്ക് ഓഫ് നമ്മുടെ എക്സ് പ്ലസ് 1 അല്ലല്ലോ, എക്സ് സ്ക്വയർ പ്ലസ് 1. ഈ എക്സ് സ്ക്വയർ പ്ലസ് 1നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വി ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? സീക്ക് വി ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഡി യു ബൈ ഡി വി എന്ന് പറയുന്നത് എന്തായിരിക്കും? സീക്ക് വിൻ്റെ ഡിഫറൻഷ്യൽ, അതായത് സീക്ക് വി ഇൻറ്റു ടാൻ വി. അല്ലേ? അപ്പോൾ മൊത്തത്തിലുള്ള നമ്മൾ ഇക്വേഷൻ എന്താ വരിക? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 3 ഫംഗ്ഷൻ വരുമ്പോൾ 3 നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യണം അല്ലേ. അപ്പം ഡി വൈ ബൈ ഡി യുവിൻ്റെ ആൻസർ ഏതാ? ഇത്. അപ്പോൾ 2u ഇൻറ്റു ഡി വി ബൈ ഡി വിൻ്റെയോ ഇത് സീക്ക് വി ഇൻറ്റു ടാൻ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് 2x. അപ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ആയതുകൊണ്ട് നമ്മളെല്ലാം മാറണം. അപ്പോൾ 2u, യുവിന് പകരം എന്താണ്? 2 ഇൻറ്റു സീക്ക് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ. യുവിന് പകരം 2 ഇൻറ്റു സീക്ക് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സീക്ക് വിക്ക് പകരം ആരാണ്? എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ല. അപ്പോൾ സീക്ക് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ടാൻ ഓഫ് വിക്ക് പകരം എക്സ് സ്ക്വയർ. അപ്പോൾ ടാൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 2x. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ? അപ്പോൾ ഓരോ ഫംഗ്ഷനുകളും ഇൻഡിവിജ്വലി എടുത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആൻസർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്ര വലുതൊന്നും ചോദിക്കില്ല. ഞാൻ എങ്ങനെയാണ് നമ്മൾ അതിനെ ഫംഗ്ഷനെ എടുക്കുന്നത് എന്ന് പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പം ഇനി നമ്മളെ കയ്യിലുള്ളത് ഒരു ചെറിയൊരു ഫോർമുലയാണ്, നമ്മളത് ഓർത്ത് വയ്ക്കുക. ഇഫ് നമ്മുടെ y എന്ന് പറയുന്ന സാധനം എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു n ആണെങ്കിൽ നമുക്ക് dy ബൈ ഡി എക്സ് എന്താ വരിക? ആദ്യം ഇത് എക്സ് റേസ് ടു n എന്നുള്ള ഫോർമാറ്റിലാണുള്ളത്. അപ്പോൾ എന്ത് വരും? n ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു n മൈനസ് 1 എന്ന് എഴുതും. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇങ്ങനെ പഠിച്ചാലും മതി. ക്ലിയർ? അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ n ഇൻറ്റു ഇവിടെ എക്സ് അല്ല, അതിന് വേറെ ഫംഗ്ഷൻ ആയിരിക്കുന്നത്. അപ്പോൾ n ഇൻറ്റു ആ ഫംഗ്ഷൻ റേസ് ടു n മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഈ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ. ക്ലിയർ? നമ്മൾ നേരത്തെ ചെയ്ത സാധനം തന്നെയാണ് ഫോർമുല രൂപത്തിലാക്കിയെന്നുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ക്ലിയർ? ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. അടുത്തൊരു പ്രോബ്ലം എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ ഇഫ് y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3 ഹോൾ റേസ് ടു 5, ഇതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് കാണണം. അപ്പോൾ എങ്ങനെയാണ്? നേരത്തെ ചെയ്താൽ എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു n ആണ്. അപ്പോൾ n ഇൻറ്റു ഇനി എല്ലാം സ്റ്റെപ്പായിട്ട് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ n ഇൻറ്റു എക്സ് 2x പ്ലസ് 3 ഹോൾ റേസ് ടു 4 ഇൻറ്റു ആരും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഇതും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻറ്റു എന്ത് വരും? 2xൻ്റെ ഡിഫറൻഷ്യൽ 2. അപ്പോൾ മൊത്തം 10 ഇൻറ്റു 2x പ്ലസ് 3 ഹോൾ റേസ് ടു 4. ഓക്കെ, ഇനി ഇതുപോലത്തെ ഒരു ഫംഗ്ഷനാണ് ഇഫ് y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2x മൈനസ് 3. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടിയാൽ നമുക്ക് എന്താ പറയുക? ഡി വൈ ബൈ ഡി എക്സ് നമ്മളെങ്ങനെ കാണും? ആദ്യം ഈ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ, ആ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യലിൻ്റെ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് അല്ലേ. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/2 റൂട്ട് എക്സ് എന്നാണ് അതിൻ്റെ ആൻസർ അല്ല. ഇവിടെ എക്സിന് പകരം ഈ ടേം. അപ്പം 1/2 റൂട്ട് എക്സ് ഇൻറ്റു ഈ ഡിഫറൻഷ്യൽ. ആ ഡിഫറൻഷ്യൽ എത്രയാണ്? 2x അല്ലേ. അപ്പോൾ ലാസ്റ്റ് ആൻസർ വരുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് വാട്ട്? 2x അല്ല, സോറി 2 അല്ലേ.
എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യില്ല, അപ്പോൾ 2. അപ്പോൾ ആ 2 2 കട്ടായ ആൻസർ എന്ത് വരും? 1/√2x - 3. ഇതിൻ്റെ ഒരു ലോഗിൻ്റെ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്ത് ചോദിച്ചത് അല്ലേ? അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇതിനൊക്കെ ഫോർമുലകളായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, പക്ഷേ നമ്മളങ്ങനെ സെപ്പറേറ്റ് എല്ലാത്തിനും ഫോർമുലകളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൺസെപ്റ്റ് ഒക്കെ ആണെങ്കിൽ പിന്നെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓരോ ഫംഗ്ഷനും ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മളതിനെടുത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. ക്ലിയർ? അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് d/dx ഓഫ് sin 2x എങ്ങനെ ചെയ്യും? ആദ്യം d/dx ഓഫ് സൈൻ ഈ ഫോർമുലയാണ് ചെയ്യുക. അപ്പോൾ സൈനിൻ്റെ ഡിഫറൻസിൽ എന്താ? കോസ്. അപ്പോൾ cos 2x ഇൻറ്റു d/dx ഓഫ് ഇത് അല്ല, ഇൻറ്റു d/dx ഓഫ് 2x. അപ്പോൾ എന്ത് വരും? cos 2x ഇൻറ്റു 2. ക്ലിയർ? അങ്ങനെ ഓരോരോ ഫംഗ്ഷനെ നമ്മൾ എടുത്തെടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫോർമുലയാണ് നമ്മൾ അന്ന് പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചത്. log√x. അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷ്യൽ എങ്ങനെ ചെയ്യും? d/dx ഓഫ് log√x എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? log xൻ്റെ ഡിഫറൻഷ്യൽ എന്താണെന്ന് അറിയണം. log x എന്ന് പറഞ്ഞാൽ എന്താ? 1/x. എക്സിന് പകരം ഇതാണ്. അപ്പോൾ 1/√x ഇൻറ്റു √xൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? √xൻ്റെ ഡിഫറൻഷ്യൽ അതാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? 1/2√x. ശരിയല്ല? അപ്പോൾ ആൻസർ എന്താ കിട്ടും? 1/√x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x√x² വരും. അപ്പോൾ x ഇൻറ്റു 2. ആൻസർ 2x. ക്ലിയർ? ഇതാണ് നമ്മുടെ അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് മെത്തേഡ്. ഓക്കെ, വേണമെങ്കിൽ 2-3 പ്രോബ്ലം കൂടി ചെയ്യാം. √x വരുന്ന തന്നെ നമുക്ക് ഒരെണ്ണം പ്രാക്ടീസ് ചെയ്യാം. y നമുക്ക് സീക്ക് √x എന്ന് വന്നേക്കാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഈ സീക്കിൻ്റെ ഡിഫറൻഷ്യൽ കാണണം. സീക്കിൻ്റെ ഡിഫറൻസ് എന്താ? സീക്ക് √x ഇൻറ്റു ടാൻ √x ഇൻറ്റു √xൻ്റെ ഡിഫറൻഷ്യൽ അത് എത്രയാണ്? 1/2√x. കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാത്തിനെയും വേണമെങ്കിലും എന്ത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ y = sin ഇൻവേഴ്സ് ഓഫ് x² തന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഫോമിലാണ്. അതെന്തായിരുന്നു? 1/√1 - x², 1 - x² സ്ക്വയർ ഇൻറ്റു d/dx ഓഫ് ഈ x². അപ്പോൾ 2x. സോ ആൻസർ വിൽ ബി 2x ഡിവൈഡഡ് ബൈ √1 - x⁴. ക്ലിയർ? അപ്പം ഇത് ടാനും ചെയ്യാം, കോസും ചെയ്യാം, എല്ലാം ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ലോഗിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് തന്നത്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ y = e⁻ax + b എന്ന് തന്നിരിക്കും. ഇതിൻ്റെ dy/x കാണുന്നത് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യണം? e⁻x ഡിഫറൻഷ്യൽ അതെന്താണ്? e⁻x തന്നെ. അപ്പോൾ e⁻ax + b തന്നെ. പിന്നെ ഇതിൻ്റെ ഡിഫറൻഷ്യൽ, അതായത് ഈ ടേമിൻ്റെ ഡിഫറൻഷ്യൽ അത് എത്രയാണ്? ഇവിടെ b കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ബാക്കി എന്ത് വരും? a. അപ്പോൾ ഇൻറ്റു ആണ്. e⁻ax + b ഇൻറ്റു a. ക്ലിയർ? ഇനി ഇതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇഫ് y = e⁻sin 2x ആണെങ്കിലോ യു വിൽ ബി ഗെറ്റിംഗ് e⁻x എന്ന് വെച്ചാൽ e⁻sin 2x തന്നെ ഇൻറ്റു sin 2xൻ്റെ ഡിഫറൻഷ്യൽ ആദ്യം കാണണം. sin 2xൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? cos 2x. എന്നിട്ട് അതും നിർത്താൻ പറ്റില്ല. പിന്നെ ഈ 2xൻ്റെ ഡിഫറൻഷ്യലാണ് അത് 2. ക്ലിയർ? ലൈക്ക് ദിസ് വി ഹാവ് ടു ഡു. ഓക്കെ, അതിൻ്റെ വലിയ പ്രോബ്ലങ്ങളിലേക്കൊന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾ അറിഞ്ഞിരിക്കുക. ഒരെണ്ണം കൂടി അതിൻ്റെ വലിയൊരു ടൈപ്പിലെ മാക്സിമം ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. ലോഗ് സൈൻ √x. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? dy/dx കാണുമ്പോൾ ആദ്യം log xൻ്റെ ഡിഫറൻസ്. log x എന്ന് പറഞ്ഞാൽ എന്താ? 1/x 1/sin × √x ഇൻറ്റു സൈൻ √xൻ്റെ ഡിഫറൻസിൽ എന്താണ്? cos √x ഇൻറ്റു √xൻ്റെ ഡിഫറൻസിൽ എന്താണ്? 1/2√x. സോ ദിസ് വിൽ ബി യുവർ ആൻസർ. അല്ലെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. cos/sin എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? cot √x എന്ന് എഴുതാം ഇൻറ്റു 1/2√x. ക്ലിയർ? അപ്പോൾ മനസ്സിലായാലോ? ഇതാണ് ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അതിൻ്റെയൊക്കെ ബേസിക് ടൈപ്സ് പഠിച്ചു വെച്ചാൽ മതി. വലിയ എക്സ്റ്റൻഡ് വേർഷനിലേക്കൊന്നും പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ടൈപ്പ് ഓഫ് നമ്മുടെ പ്രോബ്ലംസ്. ഓക്കെ, ഇതുപോലെ നമുക്ക് പ്രൊഡക്റ്റും ഇതിൻ്റെ റേഷ്യോയും എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടോ u/v മെത്തേഡിലോ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് റൂളിൻ്റെ പ്രകാരമുള്ളൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം.
ഓക്കെ. അപ്പോൾ പ്രൊഡക്റ്റ് റൂള് പ്രകാരമുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് 2 ടേം തരും. ഓക്കെ, 2 ടേം തരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിങ് ഫോർ എക്സാമ്പിൾ ഒരു എക്സ് സ്ക്വയർ സീക്ക് 3x ആണ് നമ്മുടെ y. അപ്പോൾ ഇതിൻ്റെ dy/dx അങ്ങനെ കാണും. ഇത് ഏത് മെത്തേഡിലാണ് ഉള്ളത്? ഇത് u, ഇത് v. അപ്പോൾ യു വിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാറുണ്ടത്? u ഇൻറ്റു dv/dx അല്ലേ. അപ്പോൾ u ഏതാ? എക്സ് സ്ക്വയർ ഇൻറ്റു d/dx ഓഫ് സീക്ക് 3x പ്ലസ് സീക്ക് 3x ഇൻറ്റു d/dx ഓഫ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് മാറ്റി എഴുതുമ്പോൾ എന്തൊരു എക്സ് സ്ക്വയർ ഇൻറ്റു ഇനി എന്ത് ചെയ്യണം? d/dx ഓഫ് ഈ ഡിഫറൻഷ്യൽ ചെയ്യണം. അത് എത്രയാ? സീക്ക് 3xൻ്റെ ഡിഫറൻസ് എത്രയാ? സീക്ക് 3x ഇൻറ്റു ടാൻ 3x. പിന്നെ എന്ത് അത് നിർത്താൻ പാടില്ല. 3xന് ഡിഫറൻസ് ചെയ്യണം. അപ്പോൾ എത്ര? 3 പ്ലസ് ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? സീക്ക് 3x ഇൻറ്റു d/dx ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 2x. ഇതാണ് ആൻസർ. ക്ലിയർ? ക്വസ്റ്റ്യൻ റൂളിലേക്കൊന്നും അങ്ങനെ പോകാറില്ല. ക്വസ്റ്റ്യൻ റൂളിലേക്ക് പോകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് y ഈസ് ഈക്വൽ ടു സൈൻ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 2x. ഇതാണെങ്കിൽ dy/dx എന്ന് പറഞ്ഞാൽ ഇത് ഏത് മെത്തേഡിലാണ് ഉള്ളത്? ഏത് ഫോർമാറ്റിലാണ്? u/v ഫോർമാറ്റിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? v ഇൻറ്റു du/dx അല്ലേ. 1 പ്ലസ് കോസ് 2x ഇൻറ്റു d/dx ഓഫ് സൈൻ 2x മൈനസ് സൈൻ 2x ഇൻറ്റു d/dx ഓഫ് 1 പ്ലസ് കോസ് 2x ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോസ് 2x ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ ഇത് നമ്മൾ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? 1 പ്ലസ് കോസ് 2x ഇൻറ്റു d/dx ഓഫ് സൈൻ 2x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? കോസ് 2x ഇൻറ്റു 2 മൈനസ് സൈൻ 2x ഇൻറ്റു 1 പ്ലസ് കോസ് 2x എന്ന് പറയുമ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ് 0. കോസ് 2x എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? മൈനസ് സൈൻ 2x ഇൻറ്റു ഈ 2xൻ്റെ ഡിഫറൻസ് അതിൽ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 2x ദ ഹോൾ സ്ക്വയർ. ഇനി ഇതിനൊന്നും കൂടി മാറ്റി എഴുതാണെങ്കിൽ 1 പ്ലസ് കോസ് 2x ഉണ്ട് അല്ലേ. 1 പ്ലസ് കോസ് 2x ഇൻറ്റു കോസ് 2x ഇൻറ്റു 2 മൈനസ് മൈനസ് പ്ലസ് ആവും പ്ലസ് സൈൻ 2x ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 2x ദ ഹോൾ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ ഇത്ര വലുത് ലെങ്ത് ഒന്നും ചോദിക്കില്ല. അപ്പോൾ ഇങ്ങനെ ചോദിക്കാമെന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? അറിഞ്ഞിരുന്നാൽ. അപ്പോൾ യു വി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ടേംസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. സോ ദിസ് ലൈക്ക് പ്രോബ്ലംസ് കംസ്. ഓക്കെ, ഇങ്ങനത്തെ പ്രോബ്ലംസ് എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾ ആ ഒരു ടൈപ്പ് പ്രാക്ടീസ് ചെയ്തോ. ആ ഒരു ടൈപ്പ് ഓഫ് ഫങ്ഷനുകൾ വരുന്നതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഈ ഫങ്ഷൻസിൻ്റെ കേസിൽ ഇതിൻ്റെ ഡെറിവേറ്റീവും എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ ചെയ്ത് തന്നെയാണ്. അത് മെത്തേഡ്സ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ടെക്സ്റ്റിൽ കാണാറുണ്ട്. പക്ഷേ നമുക്ക് അത്ര ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ഫങ്ഷൻസിൻ്റെ ഒരു ടൈപ്പ് പഠിച്ചാൽ മതി. ഇനി ക്വസ്റ്റ്യൻസിൽ കാണുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? അതും കൂടി എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം അതും കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ പാരാമെട്രിക് ഫങ്ഷൻസ് ഉണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, പാരാമെട്രിക് ഫങ്ഷൻസിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ഇപ്പോൾ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്നും വൈ ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ടി എന്നാണെങ്കിൽ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരിക? ഇറ്റ് വിൽ ബി ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ശരിയല്ല? അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്, ഇങ്ങനെയല്ലേ വരിക? അപ്പം ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു 2at എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ കാണും? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. അത് പാരാമീറ്ററിൽ എ ടീൻ്റെ ടേംസിൽ വന്നാൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഓർത്താൽ മതി. ഓക്കെ, സെയിം കാര്യം തന്നെയാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി ടി ചെയ്യുകയാണെങ്കിൽ ഇത് വിത്ത് റെസ്പെക്ട് ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വരും ആൻസർ? 2a ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇറ്റ് വിൽ ബി 2at. ശരിയല്ലേ? അപ്പം ഡി ടി ബൈ ഡി എക്സ് അല്ല, അപ്പോൾ ഡിവൈഡാണ് ചെയ്യണത്. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഡി ടി ബൈ ഡി എക്സ് വെച്ചാൽ യു ഹാവ് ടു സോറി നേരെ തിരിഞ്ഞു കേട്ടോ, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്താൽ മതി. അങ്ങനെയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഡി വൈ ബൈ ഡി ടി
ഡിവൈഡഡ് ബൈ, രണ്ട് കറക്റ്റ് തന്നെയാണ്, പക്ഷെ നമ്മൾ പഠിക്കും ഇങ്ങനെ തന്നെ പഠിച്ചു, അതുകൊണ്ട് പ്രശ്നം വരുന്നില്ല. dy ബൈ dt എന്ന് പറഞ്ഞാൽ എത്ര വരും? 2a എന്ന് വരും. dx ബൈ dt തന്നെ എടുത്തു. അപ്പോൾ dx ബൈ dt എന്ന് പറഞ്ഞാൽ 2at. സോ ആൻസർ വിൽ ബി 1/t. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരൊറ്റ എക്സാമ്പിൾ മതിയാവും. കാരണം നമ്മൾ അതിൻ്റെ എക്സ്റ്റെൻഡഡ് അല്ലെങ്കിൽ അതിന് മുന്നത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്തതാണ് അല്ലേ. അപ്പോൾ ആ ഒരൊറ്റ എക്സാമ്പിൾ മതിയാവും. നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് ഇതാണ്, dy ബൈ dx എന്ന് പറഞ്ഞാൽ എന്താണ്? dy ബൈ dt ഡിവൈഡഡ് ബൈ dx ബൈ dt, അല്ലെങ്കിൽ dt ബൈ dx എന്ന് എഴുതാം. പക്ഷേ ഫംഗ്ഷനുകൾ അങ്ങനെയല്ല തരുന്നത്. നേരത്തെ നിങ്ങൾ കണ്ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? at² ആണ്. അപ്പോൾ നമുക്ക് dx ബൈ dt ചെയ്യുന്നതാണ് എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിനോമിനേറ്ററിൽ ഡിവൈഡ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ടീൻ്റെ വിത്ത് റെസ്പെക്റ്റ് ആണെങ്കിൽ t² ഈക്വൽ ടു x ബൈ a ആണ്. ടി എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് എക്സ് ബൈ എ എന്നാണ്. അപ്പോൾ dt ബൈ dx കാണാമെന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കണം അല്ലേ. അപ്പോൾ d ബൈ dx ഓഫ് റൂട്ട് ഓഫ് എക്സ് ബൈ എ എന്ന് കാണേണ്ടി വരും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് നമുക്ക് ഇത് എഴുതിയിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതല്ലേ. അതുകൊണ്ടാണ് ആ ഒരു ടൈപ്പ് പ്രോബ്ലം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി തരാം. x ഈക്വൽ ടു a ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ, y ഈസ് ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഓക്കെ, ദെൻ ഫൈൻഡ് dy ബൈ dx. dy ബൈ dx തന്നെയാണ് ഇവിടെയും കാണേണ്ടത്. അപ്പോൾ ഇവിടുത്തെ dy ബൈ dx എന്താണെന്നാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇത് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്. അതുകൊണ്ട് dy ബൈ d തീറ്റ ഡിവൈഡഡ് ബൈ dx ബൈ d തീറ്റ അല്ലേ. ആദ്യം dy ബൈ d തീറ്റ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുക. dy ബൈ d തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? d ബൈ d തീറ്റ ഇൻറ്റു a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ശരിയാണല്ലോ. അപ്പോൾ ഇത് a കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ a പുറത്തെടുക്കുക. a ഇൻറ്റു d ബൈ d തീറ്റ ഇൻറ്റു തീറ്റ മൈനസ് കോസ് തീറ്റ. ഇത് തീറ്റയാണ്, ഇവിടെ 1 തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇത് തീറ്റയാണ് കേട്ടോ. അപ്പോൾ a ഇൻറ്റു d ബൈ d തീറ്റ ഓഫ് തീറ്റ എത്രയാണ്? 1. കോസ് തീറ്റയുടെ ഡിഫറൻസിൽ എത്രയാണ്? മൈനസ് സൈൻ തീറ്റ അല്ലേ. മൈനസ് സൈൻ തീറ്റ. ഒരു മിനിറ്റ്. dy ബൈ d തീറ്റയാണ് ആദ്യം എടുക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഒരു മിനിറ്റ് ഗൈസ്. dy ബൈ d തീറ്റയാണ് ആദ്യം എടുക്കുന്നതെങ്കിൽ d ബൈ d തീറ്റ ഇൻറ്റു 1 a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഇതിൽ ഡിഫറൻഷ്യേറ്റിൽ a പുറത്തെടുക്കുക. അപ്പോൾ a ഇൻറ്റു d ബൈ d തീറ്റ ഓഫ് 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ a ഇൻറ്റു d ബൈ d തീറ്റ ഓഫ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 0 തന്നെയാണ്. അപ്പോൾ 0 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് സൈൻ തീറ്റ. അപ്പോൾ മൈനസ് പറഞ്ഞാൽ പ്ലസ് ആവും. അപ്പോൾ a സൈൻ തീറ്റയാണ് ഇതിൻ്റെ ആൻസർ. ശരിയല്ലേ. ഇനി സിമിലർലി dx ബൈ d തീറ്റയാണ് എടുക്കുന്നതെങ്കിൽ d ബൈ d തീറ്റ ഓഫ് a ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ ആണ് വരിക. അപ്പോൾ your ആൻസർ വിൽ ബി d ബൈ d തീറ്റ ഓഫ് a പുറത്തെടുക്കണം. അപ്പോൾ a ഇൻറ്റു d ബൈ d തീറ്റ ഓഫ് തീറ്റ മൈനസ് സൈൻ തീറ്റ. സോ your ആൻസർ വിൽ ബി a ഇൻറ്റു തീറ്റക്ക് പറയാൻ എന്താ വരിക? 1 സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ. അപ്പോൾ നമുക്ക് dy ബൈ d തീറ്റയും കിട്ടി, dx ബൈ d തീറ്റയും കിട്ടി അല്ലേ. അപ്പോൾ dy ബൈ dx എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? dy ബൈ d തീറ്റ ഡിവൈഡഡ് ബൈ dx ബൈ d തീറ്റ. സോ യുവർ ആൻസർ വിൽ ബി dy ബൈ d തീറ്റ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. a സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ dx ബൈ തീറ്റ a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഒന്നെങ്കിലും ഓപ്ഷനിൽ ഇങ്ങനെ ഉണ്ടാവും, സൈൻ തീറ്റ ബൈ 1 മൈനസ് കോസ് തീറ്റ ആണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റേണ്ടി വരും അല്ലേ. മാറ്റുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? സൈൻ തീറ്റ നമ്മൾ എങ്ങനെ എഴുതണം? 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയും 2 ഒക്കെ കട്ടായി പോകും. ലാസ്റ്റ് എന്ത് വരും? കോസ് തീറ്റ ബൈ 2 ബൈ സൈൻ തീറ്റ ബൈ 2 എന്ന് പറയും. അതിൻ്റെ ആൻസർ ആണ് എന്ത്? കോട്ട് തീറ്റ ബൈ 2. ക്ലിയർ. അപ്പോൾ പാരാമെട്രിക് ഫംഗ്ഷനാണ് ടീൻ്റെയോ തീറ്റേൻ്റെയോ തന്നാൽ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യാം. അപ്പോൾ ഡിഫറൻസിയേഷനിൽ ഓൾമോസ്റ്റ് ചോദിക്കുന്ന മെത്തേഡ്സുകളും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 ടോപ്പിക്കാണ് എടുക്കുന്നത്. ഒന്ന് ടാൻജൻറ്റും നോർമലും, അതുപോലെ മാക്സിമ മിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്. ടാൻജൻറ്റ് ആൻഡ് നോർമൽ, അതുപോലെ മാക്സിമ മിനിമ. അതുകൊണ്ട് തന്നെ നമ്മൾ അത് രണ്ടും ഒരു സെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.